ഒരു യാത്ര ചിലപ്പോൾ ഒരു സ്ഥലത്തേക്കല്ല, ഒരു അനുഭവത്തിലേക്കാണ് തുടങ്ങുന്നത്. മണാലിയുടെ ഈ തണുത്ത പ്രഭാതത്തിൽ റൈഡിൻ കഫേയുടെ മുന്നിൽ നിന്ന് ഞങ്ങളുടെ ഈ യാത്ര ആരംഭിക്കുന്നു. നല്ല തണുത്ത കാറ്റാണ്. മലകൾ ഇപ്പോഴും മൂടൽമഞ്ഞിന് പിന്നിൽ മറഞ്ഞിരിക്കുകയാണ്. പക്ഷെ മനസ്സ് അതൊരു പുതിയ അനുഭവത്തിനായി തയ്യാറായി നിൽക്കുന്നു. ബൈക്കിൻ്റെ മുകളിൽ ഞാൻ, എന്നെ പിന്നിൽ ചേർത്ത് പിടിച്ച അവൾ. ഇതൊരു സാധാരണ റൈഡല്ല, ഇത് രണ്ട് ഹൃദയങ്ങൾ ചേർന്ന് പോകുന്ന ഒരു യാത്രയാണ്. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ നിമിഷം മുതൽ ഒരു തുടക്കം പോലെ ഈ ദിവസത്തിൻ്റെ, ഈ കഥയുടെ. റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മണാലിയുടെ വഴികൾ ദൂരെ ദൂരെ പിന്നിലേക്കൊഴുകുന്നു. മുന്നിൽ കാത്തിരിക്കുന്നത് 35 കിലോമീറ്റർ നീളമുള്ള ഒരു അനുഭവം, കോക്സറിലേക്കുള്ള ഈ യാത്ര. ആദ്യ കിലോമീറ്ററുകൾ നമ്മളെ ദൂരെ ദൂരെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഓരോ വളവും ഒരു പുതിയ കാഴ്ച, ഒരു പുതിയ എക്സ്പീരിയൻസ്. ഈ വഴികൾ നേരെ പോകുന്നില്ല, ഇവ വളഞ്ഞും തിരിഞ്ഞും നമ്മളെ പരീക്ഷിക്കുന്ന പോലെ. പക്ഷെ ഒരു ബൈക്കറിന് ഇതാണ് ഏറ്റവും പ്രിയപ്പെട്ട ഭാഗം. ഹാൻഡിലിൽ കൈ, കണ്ണ് റോഡിലും, ഹൃദയം ഈ നിമിഷത്തിൽ മാത്രം. കാറ്റ് മുഖത്ത് തട്ടുമ്പോൾ തണുപ്പ് ശരീരത്തിലേക്ക് കടക്കുന്നു. പക്ഷെ അതിനൊപ്പം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഫീലും. ചില ഭാഗങ്ങളിൽ റോഡ് വളരെ സ്മൂത്താണ്, ബൈക്ക് തന്നെ ഗൈഡ് ചെയ്യുന്ന പോലെ. പിന്നെ ചില ഭാഗങ്ങളിൽ റോഡ് തകർന്നിരിക്കുന്നു. മഴയും വെള്ളപ്പൊക്കവും ലാൻഡ് സ്ലൈഡുകളും ഈ വഴികളെ പലവട്ടം മാറ്റിയിട്ടുണ്ട്. അവിടെ ബൈക്ക് നിയന്ത്രിക്കുമ്പോൾ ഓരോ നിമിഷവും ശ്രദ്ധ വേണം. ജീവിതം പോലെ തന്നെയല്ലേ, ചില വഴികൾ എളുപ്പമാണ്, ചിലത് കഠിനവും. പക്ഷെ രണ്ടും കൂടി ചേർന്നാലാണ് യാത്ര പൂർണ്ണമാകുന്നത്. മണാലിയിൽ നിന്നും കോക്സറിലേക്ക് പോകുമ്പോൾ നമുക്കിതുപോലെ നിരവധി ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ADV വണ്ടികളിലുള്ള സഫാരിയും, അതുപോലെ തന്നെ ചെറിയ ട്രെക്കിങ്ങും ചെറിയ ചെറിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് അങ്ങനത്തെ പാർക്കുകൾ പോലുള്ള സ്ഥലങ്ങൾ കാണാം. ശരിക്കും ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹം കൂടിയാണ്. മഞ്ഞ് വളരെ അടുത്ത് കാണണം, മഞ്ഞിനെ കൈകൊണ്ടെടുക്കണം, ശരിക്കും തൊട്ടടുത്ത് ആ മഞ്ഞ് മൂടി നിൽക്കുന്ന മലകൾക്കിടയിൽ പോയി നിൽക്കണം എന്നൊക്കെയുള്ളത്. ആ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു പൂർണ്ണതയിലെത്താനുള്ളൊരു യാത്ര കൂടിയാണ് ഇത്. നമ്മൾക്ക് ഓരോരുത്തർക്കും ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹം കൂടിയായിരിക്കും അത്. എന്നെ പിന്നിൽ ചേർത്ത് പിടിച്ച് അവളൊന്നും പറയുന്നില്ല, പക്ഷെ ആ നിശബ്ദതയിൽ ഒരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ആ കാഴ്ചകൾ കണ്ട് രസിക്കുന്ന ആ ഒരു മനസ്സും. ഈ യാത്രയിൽ ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ചാണ്. ഓരോ വളവും കടക്കുമ്പോൾ, ഓരോ കാറ്റ് തട്ടുമ്പോൾ ആ ഫീൽ കൂടുതൽ ശക്തമാകുന്നു. ഈ മലകൾക്കിടയിൽ വാക്കുകൾക്കൊന്നും അത്ര വിലയില്ല, എല്ലാം ഒരു എക്സ്പീരിയൻസിലാണ് സംസാരിക്കുന്നത്.
എല്ലാ വർഷവും മിക്കപ്പോഴും മണാലിയിലെ ഈ സ്ഥലങ്ങളിലെല്ലാം മണ്ണിടിച്ചിലും അതുപോലെ തന്നെ വലിയ വെള്ളപ്പൊക്കവും ഒക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റോഡുകൾ എപ്പോഴും ചില ഇടങ്ങളിൽ ഒരുപാട് പണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. നിരവധി ആൾക്കാർ മരിച്ചിട്ടുമുണ്ട്, അതൊക്കെ ദുരിതങ്ങളൊക്കെ കാരണം. അപ്പോൾ ആ റോഡിൽ കൂടി പോകുമ്പോൾ ഒന്ന് മനസ്സിലാഗ്രഹിച്ചു, മറ്റുള്ളവർക്ക് ഇനി അങ്ങനത്തെ അപകടങ്ങളൊന്നും വരല്ലേ എന്ന് നമ്മൾ തന്നെ ഒന്നും മനസ്സിലാഗ്രഹിച്ചു. മുകളിലേക്ക് കയറുമ്പോൾ കാഴ്ചകൾ മാറുന്നു, പച്ച നിറം കുറയുന്നു, തണുപ്പ് കൂടുന്നു, കാറ്റിൻ്റെ ആ ഒരു ശബ്ദം കൂടുതൽ കേൾക്കാം. ഓരോ മീറ്ററും നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ദൂരത്ത് മഞ്ഞ് മൂടിയ മലകൾ നമ്മളെ നോക്കി നിൽക്കുന്ന പോലെ. അതൊരു കാഴ്ച മാത്രമല്ല, അതൊരു ക്ഷണം കൂടിയാണ്. ഇനിയും മുന്നോട്ട് വാ എന്ന് വിളിക്കുന്ന പോലെ. ഇപ്പോൾ മുന്നിൽ മലകളുടെ ഇടയിൽ തുറന്നു നിൽക്കുന്ന ഒരു കവാടം, അഡാൽ ടണൽ. പ്രവേശന കവാടത്തിന് മുന്നിൽ കാറ്റിൽ പാറുന്ന നമ്മുടെ ദേശീയ പതാക. ആ ത്രിവർണം ഈ തണുപ്പിനിടയിലും ഒരു ചൂട് പോലെ മനസ്സിലേക്ക് ഒഴുകുന്നു. ഈ മലകൾക്കിടയിൽ ഇത്ര ഉയരത്തിൽ ഇന്ത്യയുടെ പതാക ഇങ്ങനെ അഭിമാനത്തോടെ പാറുന്നത് കാണുമ്പോൾ ഒരു ചെറിയ ഗൂസ് പംപ്സ്. ഇതൊരു യാത്രയുടെ ഭാഗം മാത്രമല്ല, ഇതൊരു അഭിമാന നിമിഷമാണ്. അഡൽ ടണൽ രോഹ്താൻ മലനിരകളുടെ ഹൃദയം കീറി കടന്നു പോകുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഏകദേശം 9 കിലോമീറ്റർ നീളമുള്ള ഈ ടണൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലുകളിൽ ഒന്നാണ്. അതും ഇത്രയും ഉയരത്തിൽ നിർമ്മിച്ചതും. കടുത്ത തണുപ്പ്, ഹിമപാതം, ലാൻഡ് സ്ലൈഡുകൾ ഇവയെല്ലാം മറികടന്ന് വർഷങ്ങളോളം നീണ്ട പരിശ്രമത്തിനു ശേഷമാണ് ഈ അത്ഭുതം സാക്ഷാത്കരിച്ചത്. ഇത്രയും വലിയ മലകൾക്കിടയിൽ ഇങ്ങനെ ഒരു വഴി സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ പതാക, ഈ ടണൽ, ഇവ രണ്ടും ചേർന്നാൽ ഒരു സന്ദേശം മാത്രമേ പറയുന്നുള്ളൂ: നമ്മൾക്ക് അസാധ്യം എന്നൊന്നില്ല. ഈ കവാടം കടക്കുമ്പോൾ ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് കടക്കുന്നത് പോലെ. പുറത്ത് മഞ്ഞും മലകളും അകത്ത് ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞ ഒരു നീണ്ട പാത. ഒരു ഇരുണ്ട വഴിയുടെ അവസാനം ഇങ്ങനെയൊരു ലോകം കാത്തിരിക്കുമെന്ന് ഒരാൾ പോലും കരുതില്ല. ടണലിൻ്റെ ആ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന നിമിഷം കണ്ണുകൾക്ക് മുന്നിൽ തുറക്കുന്നത് ഒരു സ്വപ്നം പോലെ. എവിടേക്ക് നോക്കിയാലും വെളുപ്പ് മാത്രം. 360 ഡിഗ്രി മഞ്ഞു മൂടിയ മലകൾ. ഇതൊരു കാഴ്ചയല്ല, ഇതൊരു അനുഭവമാണ്. ഇത്ര നേരം നമ്മൾ കടന്നുപോയ വഴികൾ, വളവുകളും കഷ്ടപ്പാടുകളും ഇവയെല്ലാം ഈ ഒരു നിമിഷത്തിനായി തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. പ്രകൃതി ഇവിടെ തൻ്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ നിൽക്കുന്നു. ഈ വെളുത്ത ലോകം ഒരു ശുദ്ധതയുടെ അടയാളം പോലെ. കാറ്റ് ഇവിടെ കൂടുതൽ കഠിനമാണ്, തണുപ്പ് കൂടുതൽ കടുത്തത്. പക്ഷേ ഈ കാഴ്ചകൾ കാണുമ്പോൾ അതൊന്നും തോന്നുന്നില്ല. മനസ്സ് മുഴുവൻ നിറയുന്നത് ഒരു സന്തോഷം മാത്രം. ഇവിടെയാണ് ഓരോ ബൈക്കറിൻ്റെയും സ്വപ്നം തുടങ്ങുന്നത്. ഈ റോഡ് ഇവിടെ നിന്ന് 2 ലോകങ്ങളിലേക്ക് തുറക്കുന്നു. ഒരു വഴി ലഡാക്കിലേക്ക്, മറ്റൊരു വഴി കോക്സറിലേക്ക്. അവിടെ നിന്നും വണ്ടി വേഗം മാറ്റാൻ നിർബന്ധിതനായതാൽ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര മുന്നോട്ടേക്ക് തുടങ്ങി. ടിബറ്റൻ ഫ്ലാഗുകൾ നിറഞ്ഞ പാറിപ്പറക്കുന്ന ഒരു പാലം.
ആ പാലത്തിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ആ ഹെൽമെറ്റിനുള്ളിൽ മനസ്സ് നിറയെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹം സാധ്യമാക്കിയതിൻ്റെ ഒരു സന്തോഷവും ഒരു കുളിർമയും. ഞങ്ങൾ വലത്തോട്ട് തിരിയുന്നു, കോക്സറിലേക്കുള്ള വഴിയിലേക്ക്. പക്ഷേ ഇവിടേക്ക് പോകുന്നത് അത്ര പ്രധാനമല്ല. ഈ നിമിഷവും ഈ കാഴ്ചയും ഈ എക്സ്പീരിയൻസുമാണ്, അതാണ് ഈ യാത്രയുടെ യാഥാർത്ഥ്യം. എന്നെ പിന്നിൽ ചേർത്ത് പിടിച്ച് അവളൊന്നും പറയുന്നില്ല. പക്ഷെ ആ നിശബ്ദതയിൽ ഒരു അത്ഭുതമുണ്ട്. ഈ കാഴ്ച, ഈ നിമിഷം ഞങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു ഓർമ്മ. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ ഉണ്ട്, അത് ക്യാമറയിൽ പകർത്താം. പക്ഷേ അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം മനസ്സിൽ മാത്രമേ സൂക്ഷിക്കാൻ കഴിയൂ. അടൽ ടണലിൻ്റെ മറുവശത്ത് ഞങ്ങൾ കണ്ടത് ഒരു സ്ഥലമല്ല, ഒരു സ്വപ്നമാണ്. ഈ യാത്ര നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു സാധാരണ സ്ഥലത്തേക്കല്ല, ഹിമാലയത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലേക്കാണ്. കോക്സർ, ലാഹോൾ താഴ്വരയുടെ ആദ്യ കവാടം എന്ന് പറയപ്പെടുന്ന ഈ ചെറിയ ഗ്രാമം മലയുടെയും മഞ്ഞിൻ്റെയും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശാന്തമായ സ്വർഗം. മണാലിയിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ സ്ഥലം എന്നാൽ ഒരു ഫീലിംഗ് അല്ല, ഇതൊരു മറ്റൊരു ലോകം തന്നെയാണ്. അടാൽ ടണൽ കടന്നിറങ്ങിയാൽ കാഴ്ചകൾ ഒറ്റ നിമിഷത്തിൽ മാറും. മണാലിയുടെ പച്ചപ്പിൽ നിന്ന് കോക്സറിൻ്റെ വെളുത്ത ലോകത്തിലേക്ക്. ഇവിടെ കാറ്റ് കൂടുതൽ തണുത്തതാണ്, ശബ്ദങ്ങൾ കുറവാണ്, നിശബ്ദത കൂടുതലാണ്. മുൻപ് ഒരുപാട് തവണ ഈ സ്ഥലങ്ങളെല്ലാം ഒരു റൈഡറിൻ്റെ POVയിൽ നിന്നും യൂട്യൂബിലും അങ്ങനെ സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു സ്ഥലത്ത് സ്വന്തമായിട്ട് ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് അതൊന്ന് വേറെ തന്നെയാണ്. ശരിക്കും നമ്മൾ ഈ ഒരു പോയ ടൈമിൽ ഈ ഒരു വലത് സൈഡിൽ മാത്രമേ മഞ്ഞ് മൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞ് തന്നെ ഇതും ഫുള്ള് മഞ്ഞ് മൂടിയിരുന്നു. അപ്പോഴുള്ള ഈ റോഡിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്ത് രസമായിരിക്കും, എവിടെ നോക്കിയാലും വെളുപ്പ് മാത്രം. അതൊരു അത്ഭുതം തന്നെയായിരിക്കും. അങ്ങനെ ആ വഴി മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് താഴെയുള്ള നദിയും ഒക്കെ കാണാനായിട്ടൊരാഗ്രഹം. കുറേ ഫോട്ടോസും ബൈക്കിൻ്റെ കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ ആ പോയ വഴിയിൽ ഒന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് ഓർത്തു. ചന്ദ്ര നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം ലളിതമായ ജീവിതം നയിക്കുന്ന ആളുകളുടെ വീടുകളാൽ നിറഞ്ഞിരിക്കുന്നു. മഞ്ഞ് വീഴുന്ന ശീതകാലത്ത് ഈ പ്രദേശം പലപ്പോഴും ലോകത്തോട് വേർപിരിഞ്ഞു പോകും. റോഡുകൾ അടഞ്ഞു പോകും, ജീവിതം പതുക്കെ നീങ്ങും. പക്ഷേ അതാണ് ഈ സ്ഥലത്തിൻ്റെ സൗന്ദര്യം. വേഗതയുള്ള നഗരജീവിതത്തിൽ നിന്നും മുഴുവനായി വ്യത്യസ്തമായ ഒരു ലോകം. ഇവിടെ സമയം ഓടുന്നില്ല, അതൊരു നിശബ്ദതയിൽ പതുക്കെ ഒഴുകുന്നു. മഞ്ഞു മൂടിയ മലകൾ നമ്മളെ ചുറ്റി നിൽക്കുന്നു. ആ വെളുത്ത നിറം ഒരു ശുദ്ധതയുടെ അടയാളം പോലെ, സമാധാനത്തിൻ്റെയും. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം പോലെ. ആദ്യമായി മഞ്ഞ് കാണുന്ന ഒരാളിന് ഇതൊരു സ്വപ്നം പോലെ തോന്നും. കയ്യിൽ പിടിക്കുമ്പോൾ തണുപ്പ് ശരീരത്തിലേക്ക് കടക്കും, പക്ഷെ മനസ്സിൽ ഒരു ചൂടുള്ള സന്തോഷവും നിറയും. കോക്സർ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല,
ഇതൊരു അനുഭവമാണ്. ഇവിടെ എത്തുന്നവർ ഫോട്ടോകൾ മാത്രമല്ല, ഓർമ്മകളും കൊണ്ടുപോകുന്നു. ഓരോ നിമിഷവും ഒരു ഫ്രെയിം പോലെ, ഓരോ കാഴ്ചയും ഒരു കഥ പോലെ. ഒരു ബൈക്കറിന് ഇവിടെ എത്തുന്നത് ഒരു അച്ചീവ്മെൻ്റ് പോലെയാണ്. റോഡിൻ്റെ കഷ്ടപ്പാടുകൾ, തണുപ്പിൻ്റെ കടുപ്പം എല്ലാം മറന്ന് ഈ കാഴ്ചകൾ മാത്രം. കോക്സർ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ചെറിയ കാര്യമാണ്. സുഖം വലിയ കാര്യങ്ങളിൽ അല്ല, ഇത്തരം ചെറിയ നിമിഷങ്ങളിലും ആണ്. ഒരു കാറ്റ് തട്ടൽ, ഒരു മഞ്ഞ് സ്പർശം, ഒരു നിശബ്ദത, അതാണ് യഥാർത്ഥ സന്തോഷം. അങ്ങനെ വഴിയരികിൽ നിർത്തി ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ വീണ്ടും യാത്ര നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് തന്നെ തുടർന്നു. ഈ റോഡിലൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചിലയിടങ്ങളിൽ ബ്ലാക്ക് ഐസ് ഫോം ചെയ്തിട്ടുണ്ട് റോഡിൽ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ടയർ അതിൽ കയറുമ്പോൾ സ്ലിപ്പാവാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഈ റോഡിൽ ഓടിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം സ്പീഡ് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഓടിക്കണം. കാരണം ചെറിയ നാരോ റോഡ് തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നായിരിക്കും കാറുകളെല്ലാം വരുന്നതും പോകുന്നതും. ട്രാവലറുകളും ഒക്കെ ടൂറിസ്റ്റുകളെ കൊണ്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം പയ്യെ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം ഈ ഒരു കാഴ്ചകൾ കണ്ട് ആ യാത്ര മുന്നോട്ടേക്ക് പോകാൻ. ഞങ്ങൾ പോയ ആ ഒരു ടൈമിൽ നമ്മുടെ അഡാൾ ടണലിൽ നിന്നും പുറത്തേക്ക് എത്തുമ്പോൾ ഈ റൂട്ടാണ് നമ്മൾ റോഹത്താങ് പാസ് എന്ന ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് പാസിലേക്കൊക്കെ പോകുന്നത്. ഏകദേശം 27 കിലോമീറ്റർ മാത്രമാണ് അഡാൾ ടണലിൻ്റെ എക്സിറ്റിൽ നിന്നും നമുക്ക് റോഹത്താങ് പാസ് വരെ പോകാനായിട്ടുള്ളത്. അത് കോക്സർ കഴിഞ്ഞ് വേണം നമുക്ക് പോകാനും. അപ്പോൾ ഞങ്ങൾ പോയ ആ ഒരു ടൈമിൽ ആ ഒരു റോഡിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഐസ് ആയതുകൊണ്ട് തന്നെ നമ്മളെ കോക്സർ വരെ മാത്രമായിരുന്നു നമുക്ക് എല്ലാ ടൂറിസ്റ്റുകൾക്കും എൻട്രി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന ടൈമിലും എവിടെ വരെ എൻട്രി ഉണ്ട്, എക്സിറ്റ് എവിടെ വരെയാണ് എന്നുള്ള കാര്യങ്ങളും ടൈമുകളും ഇൻ കേസ് ഏതെങ്കിലും പെർമിറ്റ് വേണമെങ്കിൽ അതും കരുതുക. അങ്ങനെ കോക്സറിലെ നമ്മുടെ ആ ഒരു ചെക്ക് പോസ്റ്റ് വരെ എത്തി. അവിടെ നിന്നും ഒരു ചൂട് മാഗിയും ബ്രെഡ് ഓംപ്ലേറ്റും ഒക്കെ കഴിച്ച് നമ്മൾ പയ്യെ മഞ്ഞ് മൂടി നിൽക്കുന്ന മലകളിലേക്ക് കയറാൻ വേണ്ടി നടന്നു തുടങ്ങി. അപ്പോൾ ഇവിടെ വരെയായിരുന്നു അന്നത്തെ ദിവസം നമുക്ക് വാഹനങ്ങളെല്ലാം പോകാനായിട്ടൊരു എൻട്രിയും പെർമിഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് നമ്മൾ നടന്നിട്ട് വേണം ഈ ഒരു മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മഞ്ഞുമലകളിലേക്ക് കയറാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഇപ്പോൾ ഒരു ട്രാവൽ കമ്പനി വഴി ഒരു പാക്കേജ് എടുത്തിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ കോക്സറിലൊക്കെ ആയിരിക്കും മിക്കപ്പോഴും അവർ നമ്മളെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടിപ്പിച്ച് മഞ്ഞ് കാണിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്തെന്നാൽ നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു പാക്കേജ് ഒന്നും എടുക്കേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് പോയപ്പോൾ ഫീൽ ചെയ്തത്. നമുക്ക് സ്വന്തമായിട്ട് പോകാവുന്നതേ ഉള്ളൂ ഇവിടെയെല്ലാം. കാരണം ആ ഒരു പാക്കേജിൽ പറയുന്നൊരു കോസ്റ്റ് നമുക്ക് പകുതി പോലും വരുന്നില്ലെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ യാത്ര തിരിക്കുന്നത് മുന്നേ ഓർത്തിരിക്കണം.
അങ്ങനെ ആദ്യമായിട്ട് മഞ്ഞിൽ ചവിട്ടി നടക്കുന്ന ആ ഒരു നിമിഷം നമ്മൾ അത്യാവശ്യം ശ്രദ്ധിച്ച് തന്നെ നടക്കണം. കാരണം കാല് തെന്നിപ്പോവാനും ഒക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ സൂക്ഷ്യം കണ്ട് തന്നെ നമ്മളെപ്പോഴും നടക്കണം. അത്യാവശ്യം ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇട്ടിട്ട് പയ്യെ ചവിട്ടി തന്നെ നടക്കാവുള്ളൂ. കാരണം പെട്ടെന്നായിരിക്കും നമ്മൾ സ്ലിപ്പായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ കോക്സറിലേക്ക് വരുമ്പോൾ നമുക്കിതാണ് ഏറ്റവും നമ്മൾ പോയൊരു ടൈമിൽ ഒരു എൻട്രി നമുക്ക് ഇവിടെ വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് മഞ്ഞുമലകൾ കാണാം, മഞ്ഞിൽ കളിക്കാം, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ADV റൈഡ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യും. അതിനൊക്കെ പ്രത്യേകം അഡീഷണൽ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കരുതുക. അങ്ങനെ ആ ഒരു കോക്സറിലെ മഞ്ഞുമലകൾക്കിടയിൽ കുറേ ഫോട്ടോസും മഞ്ഞ് എക്സ്പ്ലോർ ചെയ്തും കളിച്ചും ചിരിച്ചും കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സൂര്യൻ പയ്യെ താഴേക്ക് എത്തി തുടങ്ങിയത്. അതായത് അത്യാവശ്യം ഒരു 6 മണി ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം തണുപ്പും വളരെ കഠിനമായി തുടങ്ങിയിരുന്നു. കോക്സർ എന്ന് പറയുന്നത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 12,000 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെയുള്ള തണുപ്പിൻ്റെ ആ ഒരു കാഠിന്യം വളരെയധികം കൂടും. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ റിട്ടേൺ പോകുമ്പോൾ ആ ഒരു നാരോ റോഡിലെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൂടാനായിട്ടും വളരെയധികം ചാൻസസും കൂടുതലാണ്. അപ്പം ഞാൻ അതൊരു എക്സ്പീരിയൻസിൽ നിന്നും കൂടിയാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ അവിടുത്തെ നമ്മുടെ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ട്രാഫിക് ആവുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്നും ഇറങ്ങാനായിട്ട് സാധിക്കണം. പിന്നെ നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ട്രാഫിക്കിൻ്റെ പ്രശ്നമൊന്നും നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു കാറിലും അല്ലെങ്കിൽ ഒരു ടാക്സി പിടിച്ചിട്ടൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക്കിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വരും. അതോടൊപ്പം നമ്മൾ റൂമിലെത്താനും അത്യാവശ്യം വൈകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അങ്ങനെ കോക്സറിലെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ആ ഒരു മണാലിയിലേക്ക് റിട്ടേൺ ഉള്ള ഒരു യാത്ര തിരിച്ചു. സമയം ഏകദേശം ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു 6:30 ഒരു 7 മണിയോടടുത്ത് ആയിരുന്നു സമയം. എന്നാൽ പെട്ടെന്നാണ് അവിടെ ഇരുട്ട് വീഴുന്നതും പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറിയതുമൊക്കെ. ഏകദേശം ഈ ഒരു വണ്ടി ഓടുക്കുന്ന ടൈമിൽ തന്നെ ഏകദേശം -10 ടെമ്പറേച്ചർ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ഗ്ലൗസും കാര്യങ്ങളൊക്കെ ധരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ ഒരു ചെറിയ നാരോ റോഡിൽ തിരിച്ചു പോകുമ്പോൾ അത്രയധികം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ പറയുന്നൊരു 2 വീലറിൽ നമുക്ക് അത്രയധികം പ്രശ്നമില്ല, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കാറിലൊക്കെയാണ് നിങ്ങൾ പോയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം ട്രാഫിക് ആവുന്നതിന് മുന്നേ തന്നെ റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഈ കാണുന്നതിലും കുറച്ചും കൂടി മഞ്ഞ് ഉള്ളൊരു ടൈമിലാണ് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജാനുവരി ഒരു 2nd വീക്ക് ഒക്കെ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ആ ഒരു ടൈം പക്ഷേ ഇത്രയധികം യാത്ര ചെയ്യാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ റൂമിൽ തന്നെ ചിലപ്പോൾ പെട്ടുപോയെന്നും വരും. ചിലപ്പോൾ ഇതുപോലെ മഞ്ഞത്ത് നമുക്ക് ചുറ്റും മഞ്ഞ് തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനോ പ്രത്യേകിച്ച് അതിലെ സ്ഥലം കാണാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ടൈമും നമ്മുടെ ഒരു ജിയോഗ്രഫിയും ഒരു വെതർ ബ്രോഡ്കാസ്റ്റും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് വേണം ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങാനായിട്ട്.
അപ്പോൾ നമ്മുടെ മണാലിയുടെ ഡേ 2 ആ കാഴ്ചകളും യാത്രകളും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത കാഴ്ചകളും ഡേ 3 വിശേഷങ്ങളുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഉടനെ എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.